ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2025 പുറത്തിറങ്ങിയ പുതുൽ നച്ചർ ഇതി കഥ എന്ന ബംഗാളി സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ എന്നും പറയുന്ന പോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് അധികം വൈകാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. 1940 ലണ്ടനിൽ പോയി പഠിച്ചിട്ട് വരുന്ന നമ്മുടെ ഹീറോ ശശിയാണ് കാണിക്കുന്നത്. ശശി ലണ്ടനിൽ പോയി ഡോക്ടർ പഠനം പൂർത്തിയാക്കിയാലും സ്വന്തം നാട്ടിൽ വന്ന് എല്ലാവർക്കും ചികിത്സ നൽകി ആ ഗ്രാമത്തെ ഒരു യുക്തിചിന്തയുള്ള പാതയിലേക്ക് കൊണ്ടുവരാമെന്ന് ആഗ്രഹിക്കുന്നു. പഠനം കഴിഞ്ഞ് അവൻ ഇപ്പോൾ നാട്ടിലേക്ക് വരികയാണ്. അവരുടെ ഗ്രാമത്തിന് ചുറ്റും നിറയെ പുഴകളും തടാകങ്ങളും ആണുള്ളത്. ഒരു വള്ളത്തിലാണ് അവൻ ഗ്രാമത്തിലേക്ക് വരുന്നത്. അപ്പോൾ കുറച്ച് അകലെയായി ഭയപ്പെടുത്തുന്ന ഒരു മരം കാണുന്നു. ആ മരം കണ്ടാൽ തന്നെ ഒരു പ്രേതമരം പോലെ പേടിപ്പിക്കുന്നതാണ്. അത് കാണുന്ന ശശി ആ മരത്തിൽ ആരോ നിൽക്കുന്നതായി തോന്നുന്നുണ്ട്. ഉടനെ വള്ളം നിർത്താൻ പറഞ്ഞ് ആ മരത്തിനടുത്തേക്ക് പോകാൻ പറയുന്നു. വള്ളത്തിൽ നിന്നിറങ്ങി മരത്തിനടുത്ത് പോയി നോക്കുമ്പോൾ ആ മരത്തിന്റെ ഇടുക്കിൽ ഒരാൾ മരിച്ചു കിടക്കുന്നു. അതും സാധാരണ മരണമല്ല, അയാളുടെ മുഖം വളരെ വികൃതമായി എന്തോ ഭയങ്കരമായ രോഗം ബാധിച്ചാണ് അയാൾ അവിടെ മരിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ശശി ഞെട്ടിപ്പോവാണ്. നമ്മുടെ ഗ്രാമത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു വരവേൽപ്പാണല്ലോ എന്ന് പറഞ്ഞ് ആ ചേട്ടന്റെ മൃതദേഹവും എടുത്ത് ശശി ഗ്രാമത്തിലേക്ക് കടക്കുന്നു. ശശി വരുന്നത് ആ ഗ്രാമത്തിലുള്ള ഒരു ചെന്നായ നോക്കി നിൽക്കുന്നുണ്ട്. ഞാൻ പഠിച്ചു വളർന്നതുപോലെ തന്റെ ഗ്രാമത്തിലുള്ളവരും യുക്തിബോധത്തോടെ അന്ധവിശ്വാസങ്ങൾ പിന്തുടരാതെ രോഗം വരുമ്പോൾ ശരിയായ മരുന്ന് കഴിച്ച് ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് ശശി ആഗ്രഹിക്കുന്നു. ഗ്രാമത്തിലുള്ളവരുടെ ചിന്താഗതി മാറ്റാനാണ് നമ്മുടെ ഹീറോ വന്നിരിക്കുന്നത്. ഗ്രാമത്തിലുള്ളവർ അതുവരെ ആയുർവേദവും പരമ്പരാഗത വൈദ്യവുമാണ് പിന്തുടർന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കോളറ പടരുന്നതുകൊണ്ട് അതിന് ശരിയായ മരുന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ കോളറ തങ്ങൾക്കും വരുമോ എന്ന പേടിയോടെയാണ് അവർ ജീവിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയെ ആ നാട്ടിൽ ഡോക്ടറായി കണ്ടതിന് ശേഷം ചെറിയ പനി വന്നാലും ജലദോഷം വന്നാലും കുട്ടികൾക്ക് അസുഖം വന്നാലും ഹീറോയെ വിളിച്ചിട്ടാണ് ചികിത്സിപ്പിക്കുന്നത്. എന്നാൽ എത്ര ചികിത്സിച്ചാലും ഗ്രാമത്തിലുള്ളവരുടെ കയ്യിൽ നിന്ന് ഹീറോ കാശ് വാങ്ങാറില്ല, അവർ കൊടുക്കാറുമില്ല. ഒരു ദിവസം മാന്തോപ്പിൽ മാങ്ങ പറിക്കുന്നതിനിടയിൽ ഒരു കുട്ടി താഴെ വീണ് തലപൊട്ടുന്നു. ശശി ഓടി വന്ന് നോക്കുന്നുണ്ടെങ്കിലും ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ആ ഗ്രാമത്തിലെ പഞ്ചായത്തിൽ 6 കാരണവന്മാർ ഇരിക്കുന്നുണ്ട്. അവരുടെ അടുത്ത് വന്ന് ഈ ഗ്രാമത്തിന് ഒരു ആശുപത്രി ആവശ്യമാണെന്നും അത് വന്നാലേ അവർക്ക് അസുഖം വന്നാലും എടുത്തുകൊണ്ടുവന്ന് ചികിത്സിക്കാൻ കഴിയൂ എന്നും അവൻ പറയുന്നുണ്ട്. എന്നാൽ ആശുപത്രിയെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത അവർ കോളറ പടരുന്നത് കൊണ്ടാണ് നിന്നെ ഇവിടെ ചികിത്സിക്കാൻ സമ്മതിക്കുന്നത്, അല്ലാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ പരമ്പരാഗത വൈദ്യം തന്നെയുണ്ട് എന്ന് പറഞ്ഞ് ഹീറോയെ തരം താഴ്ത്തി സംസാരിക്കുന്നു. ഇപ്പോൾ അതേ ഗ്രാമത്തിലുള്ള കുസും എന്ന നമ്മുടെ സിനിമയിലെ നായികയെ കാണിക്കുന്നു. അവർക്ക് സ്നേഹമുള്ള ഒരു അനിയത്തിയുണ്ട്. വെറും 14 വയസ്സ് മാത്രമാണ് അവൾക്ക്. അനിയത്തിക്കാവുന്ന ഭയങ്കര പനി. കുസും അനിയത്തിയെ കിടത്തിയിട്ട് ചികിത്സിക്കാൻ നമ്മുടെ ഹീറോയെ വിളിക്കുന്നുണ്ട്. കുസും ചെറുപ്പം മുതലേ ഹീറോയെ വൺ സൈഡായിട്ട് പ്രണയിക്കുന്നുണ്ട്. കുറച്ചു നാൾ മുമ്പ് ഹീറോ ലണ്ടനിൽ പഠിക്കാൻ പോയപ്പോൾ കുസും അവനെ വല്ലാതെ മിസ് ചെയ്തിരുന്നു. ഇപ്പോൾ ഹീറോയെ വീണ്ടും ഡോക്ടറായി കണ്ടപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് തങ്ങളുടെ പ്രണയം വെളിപ്പെടുത്തുന്നു. പക്ഷെ ഹീറോയ്ക്ക് കുസുമിനോട് അത്ര താല്പര്യമൊന്നുമില്ല. ഇതിൽ സങ്കടകരമായ കാര്യം എന്തെന്നാൽ കുസുമിന്റെ അനിയത്തിയായ പുതുൽ എന്ന ഈ പെൺകുട്ടിയെ ചികിത്സിക്കാൻ വരുന്ന ഹീറോയെ ഈ അനിയത്തിയും പ്രണയിക്കുകയാണ്. അതെ, ആ കാലഘട്ടത്തിൽ ഇത്ര പഠിച്ച പയ്യനെയൊന്നും കിട്ടില്ല. അവൻ ഡോക്ടർ പയ്യനാണല്ലോ എന്ന് പറഞ്ഞ് ആ നാട്ടിലെ പെണ്ണുങ്ങളെല്ലാം ഹീറോയോട് ആഗ്രഹം തോന്നുന്നത് പതിവാണ്. അങ്ങനെയാണ് ഈ ചേച്ചിയും അനിയത്തിയും ആഗ്രഹിക്കുന്നത്. എന്നാൽ പുതുലിന് വെറും 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഹീറോ അവളെ അനിയത്തിയെ പോലെയാണ് കാണുന്നത്. അവൾക്ക് പനിക്കുള്ള മരുന്നൊക്കെ കൊടുത്തിട്ട് കുസുമിനോട് വീട്ടിലേക്ക് പോവാണെന്ന് പറയാണ്. അപ്പോൾ കുസും എനിക്കും ശരീരമൊക്കെ വേദനിക്കുന്നുണ്ട്, എന്നെ ഒന്ന് തൊട്ട് എനിക്ക് എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കുക ഡോക്ടർ എന്ന് ചോദിക്കുന്നു. നീ പാടത്തിറങ്ങി പണിയെടുക്കുന്ന പെണ്ണല്ലേ, നിനക്ക് ശരീരം വേദനയാണെന്ന് വിശ്വസിക്കാൻ പറയല്ലേ എന്ന് പറഞ്ഞ് ഹീറോ കള്ളത്തരമെല്ലാം മനസ്സിലാക്കി ഹീറോ അവിടെ നിന്നും പോവാണ്. നമ്മുടെ ഹീറോയിന് കുറെ നാളായി ഈ സ്റ്റെതസ്കോപ്പ് ചെവിയിൽ വെച്ച് നോക്കാൻ ആഗ്രഹമാണ്. അങ്ങനെ ഹീറോ നടന്നൊരു വീട്ടിലേക്ക് പോവാണ്. പിന്നാലെ വന്ന് ഒരേ ഒരു തവണ ഇതെന്റെ ചെവിയിൽ വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയെ ഒരു മരത്തടിയിലിരുത്തി അവർ ഹീറോയുടെ അടുത്ത് വന്ന് തൊട്ടു നോക്കുന്നു. അതിനിടയിൽ ആ തടി ഒടിഞ്ഞ ഹീറോ താഴെ വീണ് അടി കിട്ടുന്നുണ്ട്. ഇങ്ങനെയൊരു സമയത്താണ് ഹീറോയുടെ അച്ഛനായ ആ നാട്ടിലെ ജോത്സ്യരെ കാണിക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ ഹീറോയെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. പോകുന്ന വഴിയിൽ സൂക്ഷിച്ച് നടക്കണം, നിറയെ പാമ്പുകളുണ്ടെന്ന് പറയുന്നുണ്ട്. വീടിനുള്ളിൽ വരുമ്പോൾ ഹീറോയുടെ അമ്മയും ചിരിച്ച മുഖത്തോടെ ഇരിക്കുകയാണ്. കുറെ നാളുകൾക്ക് ശേഷം മകനെ കാണുന്നതുകൊണ്ട് രണ്ടുപേരും സന്തോഷിക്കുന്നു. ഹീറോ ഇനിയും ഈ പഴയ കെട്ടിടത്തിൽ നിങ്ങൾ താമസിക്കണോ, ഗ്രാമത്തിലേക്ക് വാ, അവിടെ ഞാനൊരു വീട് എടുത്തിട്ടുണ്ട്, നമുക്ക് ഒന്നിച്ച് താമസിക്കാം എന്ന് വിളിച്ചാലും ഇവർ രണ്ടുപേരും വരാൻ വിസമ്മതിക്കുന്നു. നിന്റെ അച്ഛൻ എവിടെ ഇരുന്നാണ് പരമ്പരാഗതമായ ജ്യോത്സ്യം പറയുന്നത്, ഗ്രാമത്തിന് പുറത്ത് കാട്ടിലാണ് ഈ വീടെങ്കിലും ഇവിടെ ഇരുന്നാൽ അച്ഛന് ജ്ഞാനം ലഭിക്കും. നമ്മൾ ഏത് പരമ്പരയിൽ നിന്ന് വന്നവരാണെന്ന് ആലോചിച്ച് നോക്ക്. പല മുനിമാരും ഈ കാട്ടിലിരുന്ന് തപം ചെയ്യുമ്പോഴാണ് അവർക്ക് പല ശക്തികളും ലഭിച്ചത്. അതുപോലെയാണ് നിന്റെ അച്ഛനും എന്നൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്. ഇവരോട് എത്ര പറഞ്ഞാലും തിരുത്തില്ല, നമ്മളെ മനസ്സിലാക്കുകയില്ല എന്ന് പറഞ്ഞ് ഹീറോ അച്ഛനോടും അമ്മയോടും സംസാരിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്നു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിലെ ഒരു ജന്മിയാണ് കാണിക്കുന്നത്. ജന്മിക്ക് ഒരു ഭാര്യയുണ്ട്. അവർക്ക് ഭയങ്കര പനി എന്ന് പറഞ്ഞ് ഹീറോയെ ചികിത്സിക്കാൻ വിളിക്കുന്നു.
ആ കാലത്ത് സ്ത്രീകൾക്ക് അസുഖം വന്നാൽ അവരെ ഒരു ഇരുട്ടുമുറിയിൽ അടച്ചിടുമായിരുന്നു. അസുഖം മാറിയാൽ മാത്രമേ പുറത്തു വരാൻ പാടുള്ളൂ. അങ്ങനെ ജന്മിയും ഭാര്യ ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ്. ഹീറോ ഉള്ളിൽ വന്ന് നോക്കുമ്പോൾ അവർക്ക് വസൂരി വന്നിരിക്കുകയാണ്. ആ കാലത്ത് വസൂരി എന്താണെന്ന് പോലും അറിയാത്ത സമയമാണ്. പക്ഷെ ഹീറോ അത് കണ്ട ഉടനെ ഇത് സ്മോൾ പോക്സ് ആണെന്ന് മനസ്സിലാക്കി ആദ്യം ആ മുറിയുടെ ജനൽ തുറക്കുന്നു. ആദ്യം ഈ രോഗത്തിന് മരുന്നല്ല, കാറ്റാണ് വേണ്ടത്. എപ്പോഴും ജനൽ തുറന്നിടുക, ഒന്നും പേടിക്കേണ്ട എന്ന് പറഞ്ഞ് അവരെ പുറത്തു കൊണ്ടുവന്നിരുത്തി അവർക്കിടുന്നിരുന്ന പായയും തലയണയും എല്ലായിടത്തും മാറ്റുന്നു. അദ്ദേഹം അത് ചൂടുവെള്ളത്തിലിടുന്നുണ്ട്. ജന്മിയോട് നിങ്ങളുടെ ഭാര്യയ്ക്ക് വന്നിരിക്കുന്നത് സ്മോൾ പോക്സ് എന്ന് പറയുന്ന രോഗമാണ്, ഇതിന് ചികിത്സയാണ് ഏക വഴി, പേടിക്കേണ്ട, ഞാൻ കൂടെ നിന്ന് ചികിത്സ നൽകാം എന്ന് പറഞ്ഞ് ഹീറോ എല്ലാ രാത്രിയും ജന്മിയുടെ വീട്ടിൽ വന്ന് ഭാര്യയുടെ ശരീരത്തിൽ മരുന്നുകൾ പുരട്ടുന്നു. ഹീറോ നേരത്തെ തന്നെ വാക്സിനേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള കുത്തിവെപ്പ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും എടുത്താൽ ആർക്കും ഈ രോഗം വരില്ല. ഇനി രോഗം വന്നാലും നമുക്ക് അതിൽ നിന്ന് എളുപ്പത്തിൽ രക്ഷപ്പെടാം എന്ന് ഹീറോ കുറേശ്ശെയായി പറഞ്ഞ് മനസ്സിലാക്കുന്നു. പിറ്റേന്ന് രാവിലെ ഹീറോ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ വീണ്ടും ഹീറോയിൻ വരുന്നുണ്ട്. ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവിടെ നോക്ക്, എനിക്ക് ഈ പ്രണയം ഇതിലൊന്നും താല്പര്യമില്ല, വെറുതെ എന്നെ ശല്യം ചെയ്യാതെ ഇവിടെ നിന്ന് പൊക്കോ എന്ന് ദേഷ്യപ്പെട്ട് സംസാരിച്ചു പോവാണ്. ഇത് ഹീറോയിന്റെ മനസ്സിനെ ആകെ വിഷമിപ്പിക്കുന്നുണ്ട്. അതേ സമയത്താണ് ഹീറോയിന്റെ അനിയത്തി പുതുൽ അവിടേക്ക് ഓടി വരുന്നത്. എന്താ പുതുൽ, അസുഖമൊക്കെ മാറിയോ? ഭയങ്കര സന്തോഷത്തിലാണല്ലോ, എന്താ കാര്യമെന്ന് ചേച്ചി ചോദിക്കുന്നുണ്ട്. എന്താ ചേച്ചി പറയാ, എനിക്ക് ആ വലിയ ഓഫീസറെ കണ്ടപ്പോൾ വല്ലാതെ ഇഷ്ടമായി. വലിയ ഓഫീസറോ? അതാരാ? അതെന്നെ ചേച്ചി, നമ്മുടെ വീട്ടിൽ വന്നില്ലേ ഡോക്ടർ ശശി, പുള്ളി ഒത്തിരി ഇഷ്ടമായി എന്ന് പറയുന്നു. ഉടനെ ഹീറോയിന് ഭയങ്കര ദേഷ്യം വരുന്നു. അവിടെ വെച്ച് ഒരു ഒറ്റ അടി കൊടുക്കുന്നുണ്ട്. എടി, നിനക്ക് വലിയ ഓഫീസറെ വേണോ? അത്രയേ ഉള്ളൂ നിന്റെ ബഹുമാനം? നിനക്ക് എന്ത് വയസ്സായി? അതിനുള്ളിൽ അദ്ദേഹത്തെ വേണോ? ഇനി മേലെ അദ്ദേഹത്തെ നോക്കി പോരുത് എന്ന് പറഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നു. ഈ സമയത്താണ് ഹീറോ ഉള്ള ആ നാട്ടിലേക്ക് ഒരു നാടക സംഘം വരുന്നത്. ആ നാടക സംഘത്തിൽ പൃഥ്വിരാജ് എന്നൊരു സ്റ്റാർ നടനുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ പടത്തിലെ സെക്കൻഡ് ഹീറോ. ആ പൃഥ്വിരാജിനെ കാണുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മുടെ ഹീറോ ശശിയും പൃഥ്വിരാജും നല്ല സുഹൃത്തുക്കളാണെന്ന്. രണ്ടുപേരും ഇംഗ്ലീഷിൽ നന്നായി സംസാരിക്കുന്നു. ഇന്ന് രാത്രി എന്റെ നാടകമുണ്ട്, അതിരുന്ന് കണ്ടിട്ടേ പോകാവൂ എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ഹീറോയെ ഇരുത്തുന്നു. ആ നാടകം കാണാൻ നാട്ടുകാരും കൂടുന്നുണ്ട്. നാടകത്തിൽ പൃഥ്വിരാജിന്റെ അഭിനയം കാണുന്ന ഹീറോയിന്റെ അനിയത്തി പുതുൽ തന്റെ മനസ്സ് പൃഥ്വിരാജിന് നൽകുന്നു. നാടക കമ്പനിക്കാർ നാട്ടിൽ വന്നാൽ 1-2 ആഴ്ച തങ്ങി നാടകം കളിച്ചിട്ടേ പോകൂ. അന്ന് രാത്രി പൃഥ്വിരാജ് ആ നാട്ടിൽ വിശ്രമിക്കാൻ പോകുമ്പോൾ ഒരു പാമ്പ് കടിക്കുന്നു. അയ്യോ, പാമ്പ് കടിച്ചേ എന്ന് പറഞ്ഞ് പൃഥ്വിരാജ് ഓടി വരാണ്. അപ്പോൾ അവിടെ ഹീറോയിന്റെ അനിയത്തി പുതുൽ, ഒന്ന് ക്ഷമിക്കേ, പാമ്പ് എങ്ങനെയുണ്ടായിരുന്നു, അതിനെ കുറിച്ച് പറ എന്ന് ചോദിക്കുന്നുണ്ട്. പാമ്പ് എങ്ങനെയുണ്ടാവും, നീളത്തിലിരിക്കും, കാണാൻ ഭയങ്കരമാണ്, എങ്ങനെയെങ്കിലും രക്ഷിക്കൂ എന്ന് പറയാണ്. പാമ്പ് കടിച്ച സ്ഥലം നോക്കുന്നുണ്ട്. പൃഥ്വിരാജിനെ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾക്ക് തലകറക്കം വരുന്നുണ്ടോ, ഛർദ്ദിക്കാൻ വരുന്നുണ്ടോ എന്ന് പല ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചത്തുവോ എന്ന് പൃഥ്വിരാജ് ചോദിക്കുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് വിഷമില്ലാത്ത പാമ്പാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് പൃഥ്വിരാജിന് ജീവൻ തിരിച്ചു കിട്ടുന്നത്. ഇന്നലെ നാടകത്തിൽ നിങ്ങൾ സൂപ്പറായി അഭിനയിച്ചു എന്ന് പുതുൽ നാണത്തോടെ പറയുന്നു. ഇന്ന് രാത്രി നാടകത്തിൽ എന്ത് വേഷമാണ് എന്ന് ചോദിക്കുമ്പോൾ രാവണൻ വേഷം എന്ന് പൃഥ്വിരാജ് പറയുന്നു. അയ്യോ, അപ്പോൾ നിങ്ങൾ കെട്ടവനാണോ, വേറെ നല്ല വേഷം ഇട്ടൂടെ എന്ന് ചോദിക്കുകയാണ്. എന്തിന്, ഞാൻ എപ്പോഴും ഹീറോ ആയിരിക്കണോ, എന്നാൽ ലക്ഷ്മണൻ വേഷം ഇടാം, നാടകത്തിന് വാ എന്ന് പൃഥ്വിരാജ് പറഞ്ഞു പോവാണ്. അന്ന് രാത്രി നാടകം കാണാൻ പുതുൽ വരുന്നു. മെല്ലെ അവർക്കിടയിൽ പ്രണയം പൂക്കുന്നുണ്ട്. പിറ്റേന്ന് അവർ കണ്ടുമുട്ടുമ്പോൾ ഞാൻ ഒരാഴ്ചക്കുള്ളിൽ ഈ ഗ്രാമം വിട്ടു പോകും, നീയും എന്റെ കൂടെ വരുന്നോ എന്ന് പൃഥ്വിരാജ് ചോദിക്കുന്നുണ്ട്. പുതുലിന് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. അവൾ മടിക്കുന്നുണ്ട്. പൃഥ്വിരാജ് പുതുലിന്റെ അടുത്ത് വന്ന് ഒരു ഉമ്മ കൊടുക്കുന്നു. പുതുലിന് നാണം വരുന്നുണ്ട്. പൃഥ്വിരാജ് കൊടുത്തത് തിരിച്ചു കൊടുത്ത് അവളും തന്റെ പ്രണയം വെളിപ്പെടുത്തുന്നു. താൻ കൂടെ വരാം, കല്യാണം കഴിച്ച് നമുക്ക് ഒന്നിച്ചു പോവാം എന്നവർ വാക്ക് കൊടുക്കുന്നു. അതേസമയം ആ നാട്ടിലെ ജന്മിയെയും ഭാര്യയും കാണിക്കുന്നു. ഭാര്യയെ ചികിത്സിക്കാൻ ഹീറോ വരുന്നുണ്ട്. പക്ഷെ അപ്പോൾ ജന്മി വീട്ടിലില്ല. അവിടെ ഒരു വേലക്കാരൻ അപ്പൂപ്പൻ മാത്രമാണ് ഉള്ളത്. ലേഡി എവിടെയെന്ന് ചോദിച്ച് ഹീറോ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവർ വാതിലടയ്ക്കുന്നു. ഇനി എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് അന്നേ അറിയാം ഈ ചികിത്സയും മരുന്നും എല്ലാം ഫേക്ക് ആണെന്ന്. നിങ്ങൾ ചികിത്സിച്ചതുകൊണ്ട് എൻ്റെ ഒരു കണ്ണുപോയി, എൻ്റെ മുഖം കാണാൻ അറപ്പാണ്, ഞാൻ ഈ മുറിയിലിരുന്ന് എൻ്റെ ജീവിതം അവസാനിപ്പിക്കാം, ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോ എന്ന് പറയുന്നു. ഹീറോ, നിങ്ങൾ ഇഞ്ചക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഈ രോഗം ഇത്രയും ബാധിച്ചത്, ചികിത്സിച്ചാൽ കുറച്ചായി ശരിയാവും, പാതി വഴിയിൽ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല. ഇതിൽ ഹീറോ മനസ്സ് തകർന്നു പോവാണ്. ഒരു ഘട്ടത്തിൽ ഈ ഊര് വിട്ടു പോയാലോ എന്നും ചിന്തിക്കുന്നുണ്ട്. എന്തു പറഞ്ഞാലും ഇവർ ഇതേ മണ്ടത്തരം പിടിച്ചു നിൽക്കുകയാണല്ലോ. അങ്ങനെ ഗ്രാമത്തിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവിടെ ഒരു ചെന്നായ നിന്ന് ഹീറോയെ നോക്കുന്നുണ്ട്. അത് കാണുന്ന ഹീറോയ്ക്കും പേടി വരുന്നുണ്ട്. തിരിച്ച് ഗ്രാമത്തിലേക്ക് വരികയാണ്. സങ്കടത്തോടെ അച്ഛനെ കാണാൻ പോകുമ്പോൾ അച്ഛൻ മറ്റൊരു ബോംബ് പൊട്ടിക്കുന്നു. ഞാനും നിന്റെ അമ്മയും വരുന്ന പൗർണമിയോടെ ജീവിതം അവസാനിപ്പിക്കാൻ പോവാണ് മോനെ എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ ഈ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിനക്കറിയാലോ ഞാനൊരു ജ്യോത്സ്യനാണെന്ന്, ഭാവി പെട്ടെന്ന് പ്രവചിക്കും, ഈ നാട്ടിലെ എത്രയോ പേരുടെ ജീവിതം പ്രവചിച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതം പ്രവചിച്ചപ്പോൾ ഈ പൗർണമി അന്ന് ഞാനും അമ്മയും മരിക്കും എന്ന് തെളിഞ്ഞു. അതാണ് ഞങ്ങളുടെ അവസാന ദിവസം. അന്ന് ഞങ്ങൾക്ക് മരണം ഏത് രീതിയിലാണെങ്കിലും വരും. ഇത് നാട്ടുകാരോടും പറഞ്ഞു കഴിഞ്ഞു എന്ന് അദ്ദേഹം പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പ ഞാനൊരു ഡോക്ടറാണ്, നിങ്ങൾക്കൊരു രോഗവുമില്ല, പൗർണമിക്ക് ഇനി 4 ദിവസമേ ഉള്ളൂ, അതിനുള്ളിൽ എങ്ങനെ മരിക്കും, വെറുതെ ആവശ്യമില്ലാത്ത തീരുമാനമൊന്നും എടുക്കാതിരിക്കെ എന്ന് പറയുന്നുണ്ട്.
എന്നാൽ അച്ഛൻ നീ വേണമെങ്കിൽ നോക്കിക്കോ, അന്ന് എൻ്റെ ജീവൻ എന്നെ വിട്ടു പോവും എന്ന് പറയുന്നുണ്ട്. ശരി, ഈ സംഭവത്തോടെ ഹീറോ വീട്ടിലെത്തുമ്പോൾ അവിടെ ഹീറോയുടെ സുഹൃത്തായ പൃഥ്വിരാജ് വന്ന് ഞാൻ പുതുലിനെ വിവാഹം കഴിക്കാൻ പോവാണ് എന്ന് പറയുന്നു. ഹീറോയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എടാ, നാട്ടുകാരാണ് പഠിക്കാത്തവർ, അവരെന്തോ തെറ്റായ തീരുമാനം എടുക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നീ പഠിച്ചവനല്ലേ, ആ കുട്ടിക്ക് 14 വയസ്സല്ലേ ആകുന്നുള്ളൂ, അവൾ എന്തിനാടാ കല്യാണം കഴിക്കുന്നത്, അവൾക്കൊരു ജീവിതമുണ്ട് എന്ന് പറയുന്നു. എടാ, പ്രണയിച്ചു പോയി, കല്യാണം കഴിക്കാതെ ഞാൻ എങ്ങനെ ഇരിക്കും, ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് അവനും പോവാണ്. ഇപ്പൊ ഹീറോ നേരെ ഹീറോയിനെ കാണാൻ വരുന്നു. എന്താ, നിന്റെ അനിയത്തി ആ നാടകക്കാരനെ കെട്ടിച്ചു കൊടുക്കാൻ പോവാണോ? ബുദ്ധിയുണ്ടോ നിനക്ക്? അവൾക്ക് 14 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. അവര് പ്രണയിച്ചു, എന്റെ അനിയത്തി ഇപ്പോഴാണ് നാടകക്കാരന്റെ കൂടെ പോവുക എന്ന് കാത്തിരിക്കുകയാണ്, ഞാൻ എങ്ങനെ തടയും, അത് അവളുടെ തീരുമാനമാണ് എന്ന് ഹീറോയിൻ പറയുന്നു. അതേസമയം ഹീറോയുടെ കൂടെ ഇന്ന് രാത്രി കുറച്ചു നേരം ഒന്നിച്ചിരിക്കുക എന്ന് പറഞ്ഞ് ഹീറോയിൻ അടുത്തു വരുന്നുണ്ട്. പക്ഷെ ഹീറോയിന് നാട്ടുകാർ കൊടുക്കുന്ന കുത്തുവാക്കുകൾ കാരണം മനസ്സും അടുത്തിരിക്കുകയാണ്. ഹീറോയുടെ പ്രണയം സ്വീകരിക്കാനോ അടുത്ത് നിൽക്കാനോ കഴിയാതെ അവൻ അവിടെ നിന്ന് പോവാണ്. 2 ദിവസം കഴിഞ്ഞ് ഹീറോയിന്റെ അനിയത്തിക്കും നാടകക്കാരനും വിവാഹമായി അവർ നാട് വിട്ടു പോവാണ്. അതിൽ നിന്ന് നമ്മുടെ ഹീറോ ആ ഗ്രാമത്തെ ഭയങ്കരമായി വെറുക്കാണ്. ഇവരോട് എന്തു പറഞ്ഞാലും ഇവർ ഇതേ സ്വഭാവത്തിലിരിക്കുകയുള്ളൂ. ഇവരുടെ അടുത്ത് എന്ത് ഡോക്ടർ എന്ത് പറയാനാണ്, ചികിത്സിക്കാൻ പോയാൽ പോലും നമ്മൾ കൊടുക്കുന്ന മരുന്ന് മതിക്കില്ല എന്ന് പറഞ്ഞ് ദേഷ്യം വരുന്നു. അതുവരെ കാശ് വാങ്ങാതെ ചികിത്സിച്ച ഹീറോ ഇനി കാശ് വാങ്ങിയിട്ടേ ചികിത്സിക്കൂ എന്ന് പറയുന്നുണ്ട്. ഒരാൾ വന്ന് എന്റെ അനിയന് സുഖമില്ല, ഒന്ന് നോക്കൂ എന്ന് പറയുമ്പോൾ 10 രൂപ തന്നാൽ ഞാൻ വരാം എന്ന് ഹീറോ പറയുന്നു. അയാൾ കാശില്ലെന്ന് പറഞ്ഞ് പോവാണ്. അതേസമയം ഹീറോയെ കാണാൻ ജന്മിയുടെ ഭാര്യ വരുന്നുണ്ട്. ഹീറോ ചെയ്ത ചികിത്സ കൊണ്ട് അവർ കുറച്ച് ഭേദമായിട്ടുണ്ട്. നിങ്ങൾ തന്ന മരുന്നൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ ഒരു കണ്ണു പോയി, അതെങ്ങനെയെങ്കിലും ശരിയാക്കിത്താ എന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അതാണ് ഞാൻ അന്നേ പറഞ്ഞത്, ചികിത്സിച്ചിരുന്നെങ്കിൽ നിന്റെ കാഴ്ച അന്നേ തിരിച്ചു കിട്ടുമായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞു വിട്ടില്ലേ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറയുന്നുണ്ട്. ജന്മിയുടെ ഭാര്യ ഹീറോയുമായി വഴക്കിട്ട് വീട്ടിലേക്ക് പോവാണ്. ഇവിടെ ഹീറോ വീട്ടിലെത്തുമ്പോൾ നാട്ടുകാർക്ക് നടുവിലിരുന്ന ഹീറോയുടെ അച്ഛൻ പൂജ ചെയ്യുകയാണ്. പൂജയിൽ അവർ മന്ത്രം ജപിക്കുന്നുണ്ട്. എന്താ പൂജ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വരുന്ന പൗർണമിക്ക് മരിക്കാൻ പോവാണല്ലോ, അതിനു വേണ്ടിയുള്ള യാഗമാണ്, ഇതാണ് അദ്ദേഹത്തിന്റെ അവസാന പൂജ എന്ന് പറയുന്നു. ഹീറോയ്ക്ക് വീണ്ടും ദേഷ്യം വരാണ്. ഞാനും ഒന്ന് കാണട്ടെ പൗർണമി അന്ന് അച്ഛൻ എങ്ങനെ സ്വാഭാവികമായി മരിക്കുന്നു എന്ന് ഹീറോ വെല്ലുവിളിക്കുന്നു. ദിവസങ്ങൾ കടന്നു പോവാണ്. ഹീറോ നാട്ടുകാരോട് കാശ് ചോദിച്ചു തുടങ്ങിയതുകൊണ്ട് നാട്ടുകാർക്ക് ദേഷ്യമായി ഹീറോയെ അപമാനിക്കാൻ പലതും ചെയ്യുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ജന്മിയുടെ ഭാര്യ ജന്മിയുടെ അടുത്ത് ചെന്ന് എന്റെ അസുഖം മാറി എന്നെ ഭാര്യയെ സ്വീകരിക്കൂ എന്ന് ചോദിക്കുന്നു. പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല. നിന്റെ രോഗം പകുതിയെ മാറിയിട്ടുള്ളൂ, നിനക്ക് കാഴ്ചയില്ല, നീ എന്റെ അടുത്ത് പോലും വരരുത് എന്ന് പറഞ്ഞ് അവളെ മാറ്റി നിർത്തുന്നു. ഇപ്പോൾ ഹീറോ അച്ഛനും അമ്മയും ഉള്ള വീട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കരമായി മഴ പെയ്യുന്നുണ്ട്. വീടിന് ചുറ്റും ഗ്രാമത്തിലുള്ളവർ കുടയും പിടിച്ച് നിൽക്കുകയാണ്. ഹീറോ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. വീടിന് മുൻപിൽ 2 ശവമഞ്ചം പോലെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒന്ന് അച്ഛന്, ഒന്ന് അമ്മയ്ക്ക്. കുറച്ചു നേരം കഴിഞ്ഞ് അച്ഛൻ പുറത്തു വന്ന് ശവമഞ്ചത്തിൽ ഇരിക്കുന്നു. നാട്ടുകാരെ പറഞ്ഞതുപോലെ കുറച്ചു നേരത്തിനുള്ളിൽ എന്റെയും എന്റെ ഭാര്യയുടെയും ജീവൻ പിരിയാൻ പോകുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഹീറോ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പറഞ്ഞാലും മനസ്സിലാകില്ലല്ലോ എന്ന സങ്കടത്തോടെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ ഹീറോയുടെ അച്ഛൻ പ്രവചിച്ചതുപോലെ ആദ്യം ഹീറോയുടെ അമ്മ മരിക്കുന്നു. ഇത് കാണുന്ന നാട്ടുകാർ സ്വാമി പറഞ്ഞതുപോലെ ആദ്യം ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞ് കൈകൂപ്പുന്നു. പക്ഷെ ഹീറോയ്ക്ക് അത് വലിയ ദുഃഖമാവുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞ് ഹീറോയുടെ അച്ഛൻ ശവമഞ്ചത്തിൽ കിടക്കുന്നു. പക്ഷെ അച്ഛന്റെ ജീവൻ പോകുന്നില്ല. അച്ഛൻ ശ്വാസം എടുക്കുന്നത് ഹീറോ ശ്രദ്ധിക്കുന്നുണ്ട്. സമയം കടന്നു പോകുന്നു. അച്ഛൻ ശ്വാസം വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഹീറോ അച്ഛന്റെ അടുത്ത് വന്ന് നിങ്ങൾക്കൊന്നുമില്ല, നിങ്ങൾ നന്നായിരിക്കുകയാണ്, വെറുതെ മരിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് പ്രഷർ ആകാതിരിക്കെ, ഭാവി ആർക്കും പ്രവചിക്കാൻ കഴിയില്ല, സയൻസിനെ വിശ്വസിക്കുക എന്ന് എത്രയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അച്ഛൻ കേൾക്കുന്നില്ല. അച്ഛൻ ഇപ്പോൾ ജ്യോത്സ്യത്തെക്കാൾ അഭിമാനത്തെയാണ് വിശ്വസിക്കുന്നത്. ഞാൻ മരിക്കുമെന്ന് നാട്ടുകാരോട് പറഞ്ഞുപോയി. നാട്ടുകാർ നോക്കി നിൽക്കുകയാണ്. പറഞ്ഞതുപോലെ മരിച്ചില്ലെങ്കിൽ നമ്മുടെ മാനം എന്ത് ചെയ്യും എന്ന പേടിയാണ് അദ്ദേഹത്തിന്. അങ്ങനെ കുറച്ചു നേരത്തിൽ ഹീറോയുടെ അച്ഛൻ സ്വാഭാവിക മരണം വന്നില്ലെങ്കിലും ശ്വാസം പിടിച്ചു വെച്ച് സ്വന്തം ജീവിതം അവസാനിപ്പിക്കുന്നതായി കാണിക്കുന്നു. അങ്ങനെ അച്ഛന്റെയും അമ്മയുടെയും മൃതദേഹം ഒരിടത്ത് കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ഈ ക്രൂരതയൊക്കെ ഒരു മൂലയിലിരുന്ന് കാണുന്ന ഹീറോയുടെ മനസ്സ് എത്ര വേദനിക്കുന്നുണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. ഹീറോ അവിടെ തകർന്നു പോവാണ്. ഇതേ സമയത്താണ് ജന്മിയുടെ ഭാര്യയെ കാണിക്കുന്നത്. ജന്മി ഭാര്യയെ സ്വീകരിക്കുന്നുണ്ട്. അന്ന് രാത്രി അവർ ഒന്നിച്ചിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു അപകടമുണ്ട്. അതെന്താണെന്ന് പിന്നീട് കാണിക്കാം. ഹീറോ പല കഷ്ടപ്പാടുകളും അനുഭവിക്കുന്നതിനിടയിൽ ഒരു നല്ല വാർത്ത വരുന്നുണ്ട്. ഹീറോയുടെ കഷ്ടപ്പാട് കാണുന്ന അന്നത്തെ ഗവൺമെന്റ്, അതായത് വെള്ളക്കാർ, നമ്മുടെ നാട്ടിൽ വന്ന് പഠിച്ചവനല്ലേടാ, നിങ്ങളുടെ ഗ്രാമത്തെ രക്ഷിക്കാനും വികസിപ്പിക്കാനും അവിടെ ഒരു ആശുപത്രി പണിയാമെന്ന് പറഞ്ഞ് ഒരു സ്ഥലം അനുവദിക്കുന്നു. ഇത് കാണുന്ന ഹീറോയ്ക്ക് കണ്ണ് നിറഞ്ഞു പോവാണ്. സത്യത്തിൽ അച്ഛനും അമ്മയും മരിച്ച ശേഷം നാട് വിട്ട് ലണ്ടനിലേക്ക് പോകാനിരുന്നതാണ് ഹീറോ. പക്ഷെ ഈ തീരുമാനം വന്നപ്പോൾ ലണ്ടൻ യാത്ര ഉപേക്ഷിച്ച് 1 വർഷം നാട്ടിൽ തന്നെ തങ്ങി ആശുപത്രി പണിയാണ്. ആശുപത്രി പണിതതിന് പഞ്ചായത്ത് ഹീറോയെ ആദരിക്കുകയും ഒരു സൈക്കിൾ സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. അതിനുശേഷം ഹീറോ പല കഷ്ടപ്പാടുകൾ സഹിക്കുകയാണ്. ജനങ്ങൾക്ക് വസൂരിയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്നു. ഇംഗ്ലീഷ് മരുന്നും കുത്തിവെപ്പും മാത്രമാണ് പരിഹാരം എന്ന് പറഞ്ഞ് എല്ലാവർക്കും വാക്സിനേഷൻ നൽകുന്നു. അങ്ങനെ മെല്ലെ ഗ്രാമത്തിലുള്ളവർക്ക് വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഒരു ഘട്ടത്തിൽ ഹീറോയെ പ്രണയിച്ചിരുന്ന ഹീറോയിന് പുറത്തുനിന്ന് വേറൊരു വിവാഹം ആലോചിക്കുന്നു. അച്ഛൻ വന്ന് ഹീറോയിനോട് കൊൽക്കത്തയിലേക്ക് പോകാൻ പറയാണ്.
ഈ വിവരം അറിഞ്ഞ ഹീറോ ഇത്രയും നാൾ കൂടെ ഉണ്ടായിരുന്നപ്പോൾ ഇവളുടെ വില മനസ്സിലായില്ല. ഇപ്പൊ നാട് വിട്ടു പോകുകയാണല്ലോ എന്നോർത്ത് തന്റെ പ്രണയം തുറന്നു പറയുന്നു. പക്ഷെ ഇപ്പോൾ അത് സ്വീകരിക്കാൻ ഹീറോയിന് കഴിയില്ല. നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ തന്നെ തരാൻ വന്നപ്പോൾ നീ എന്നെ തള്ളിവിട്ടു പോയനല്ലേ. ഇപ്പോൾ ഏത് മുഖത്തോടു കൂടിയാണ് എൻ്റെ അടുത്ത് വരുന്നത്? എൻ്റെ അച്ഛൻ നാട്ടിൽ വാക്കു കൊടുത്തു. ഇപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ അപമാനിക്കുന്നത് പോലെയാകും. അതുകൊണ്ട് ഇതാണ് എൻ്റെ തീരുമാനം എന്ന് പറഞ്ഞ് ഹീറോയെ പിരിഞ്ഞു പോവാണ്. അവസാനം ആ ജന്മിയാണ് കാണിക്കുന്നത്. ജന്മി ഭാര്യയുമായി ഒന്നിച്ചതുകൊണ്ട് ഭാര്യ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു. പ്രസവ സമയം വരികയാണ്. പ്രസവം എടുക്കാൻ ഹീറോ അവിടെ ചെല്ലുമ്പോൾ ഭയങ്കരമായി ദേഷ്യപ്പെടുന്നു. വാശി പിടിച്ചവർ ചികിത്സ എടുക്കില്ല എന്ന് പറയുന്നു. അതിന്റെ ഫലമായി രോഗം ബാധിച്ച ഈ സമയത്ത് ഗർഭിണിയായി എന്ന് പറഞ്ഞ് പ്രസവം എടുക്കുന്നുണ്ട്. കുട്ടി നല്ല ആരോഗ്യത്തോടെ ജനിക്കുന്നുണ്ട്. പക്ഷെ ജന്മിയുടെ ഭാര്യയെ രക്ഷിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടിയെ ഹീറോ ജന്മിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. ജന്മി മനസ്സ് തകർന്ന് ആ കുട്ടിയെയും കൊണ്ട് നാട് വിട്ടു പോകുന്നതായി കാണിക്കുന്നു. അങ്ങനെ നാളുകൾ കഴിയുമ്പോൾ ആ ഗ്രാമത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ലണ്ടനിലേക്ക് പോകാൻ മനസ്സില്ലാതെ ആ ഗ്രാമത്തിൽ തന്നെ നിന്ന് പല സേവനങ്ങളും ചെയ്ത് ജനങ്ങളെ നൽവഴിക്ക് നടത്തി. യുക്തിചിന്തകൾ പറഞ്ഞുകൊടുത്ത് ആ ഗ്രാമത്തെ തിരുത്താൻ അദ്ദേഹം ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു ജീവിതം അദ്ദേഹം ജീവിക്കുന്നതായി ഈ സിനിമ അവസാനിക്കുന്നു. ഇതൊരു യഥാർത്ഥ കഥയെ ആസ്പദമാക്കി എടുത്തതാണ്. ഇതൊരു ഗ്രാമം മാത്രമല്ല, ആ കാലഘട്ടത്തിൽ ഇന്ത്യയെ പല ഗ്രാമങ്ങളിലും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ സിനിമയുടെ കഥ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.